ടോപ്പ് ട്യൂഷൻ്റെ മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ചാപ്റ്റർ 1 ആയ അരിത്തമാറ്റിക് സീക്വൻസസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമാറ്റിക് സീക്വൻസസ് ഗീവ് റീസൺസ് ഓൾസോ ആൻഡ് ഫൈൻഡ് ദ കോമൺ ഡിഫറൻസസ് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസസ്. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാനുള്ള കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു സീക്വൻസസ് എഴുതിയതിനു ശേഷം അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ആണ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് ദ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4 എന്നാണ്. അതായത് ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിട്ട് കിട്ടും. അപ്പൊ അത് നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 1 ആയിട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു സീക്വൻസ് എഴുതാമെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നാച്ചുറൽ നമ്പേഴ്സ് എഴുതുക. ആൻഡ് എന്നിട്ട് അതിൽ ഓരോ ടേമും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആയിട്ട് നമുക്ക് 1 കിട്ടുന്നുണ്ടോ എന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ടേം നോക്കാം. 1 ഡിവൈഡ് ബൈ 4. 1 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പോൾ 0 into 4 എന്ന് പറയുമ്പോൾ 0 എന്ന് വരും, റിമൈൻഡർ 1. അപ്പോൾ നമുക്ക് ആ സീക്വൻസിലെ ആദ്യത്തെ നമ്പർ കിട്ടി. ഇനി അടുത്തത് നമ്മൾ 2, 3, 4 അങ്ങനെ ചെയ്ത് പോകാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 4 എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും റിമൈൻഡർ വരുന്നുണ്ടാവുക 0 എന്നുള്ളതാണ്. ഇനി അടുത്തത് 5 എടുത്ത് നോക്കാം. അപ്പോൾ 5 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക, റിമൈൻഡർ 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. ഇനി അതുപോലെ 6, 7, 8, 9 അങ്ങനെ ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ 9 4 വെച്ചിട്ട് ചെയ്യുമ്പോൾ 2 ടൈംസ് പോകും 8, റിമൈൻഡർ 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസ് ഉണ്ടാക്കുന്നത്. സീക്വൻസ് ഈക്വൽ ടു 1, 5, 9, 30. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡർ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ എന്ന് പറയാം. അതിന് ഇവിടെ 1 ആണ്. ആൻഡ് ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 5 ആണ്, മൈനസ് ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് 1. അങ്ങനെ വരുമ്പോൾ എന്താണ് ആൻസർ, 4 ആണ് വരുന്നത്. ഇനി അതേപോലെ അടുത്ത 2 ടേമും നമുക്ക് നോക്കണം. അപ്പോൾ 9 മൈനസ് 5 ഗീവ്സ് എന്താണ്, 4 തന്നെയാണ്. ഇനി വീണ്ടും നമുക്ക് 13ഉം 9ഉം നോക്കാം. അപ്പോൾ 13 മൈനസ് 9 ഗീവ്സ് 4. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി, ഈ സീക്വൻസ് ഒരേ കോമൺ ഡിഫറൻസ് ഉള്ള ഒരു സീക്വൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് എഴുതാം. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് ദ റിമൈൻഡർ 1 or 2 ബൈ ഓൺ ഡിവിഷൻ ബൈ 4 എന്നാണ്. അതായത് 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡേഴ്സ് ആയിട്ട് 1ഉം 2ഉം കിട്ടുന്ന സീക്വൻസ് ആണ് നമ്മളോട് എഴുതാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. 1, 2, 5, 6, 9, 10, 13 and 14. അപ്പോൾ ഇതാണ് ആ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യണം, കോമൺ ഡിഫറൻസസ് സെയിം ആണോ എന്ന് നോക്കണം. ആൻഡ് കോമൺ ഡിഫറൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 1 ആണ്. ആൻഡ് കോമൺ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. സോ 2 മൈനസ് 1 ദാറ്റ് ഗീവ്സ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി 5 അടുത്തെന്ന് പറയുന്നത് 5 മൈനസ് 2 ആണ്. കോമൺ ഡിഫറൻസ് 5 മൈനസ് 2. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഇതിന്ന് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വെച്ച് കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യാം. കാരണം എന്താണ്, കോമൺ ഡിഫറൻസ് സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആവുക. അപ്പോൾ ഇവിടെ എന്താണ്, സെയിം അല്ലാത്തതുകൊണ്ട് നമുക്കിത് പറയാം, ദിസ് ഇസ് നോട്ട്
സീക്വൻസ്. അപ്പൊ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് AP അല്ലേ? അപ്പോൾ നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയേഴ്സ് ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ഒരു സീക്വൻസ് ഉണ്ടാക്കുക ആൻഡ് ആ സീക്വൻസ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ക്വയേഴ്സ് എഴുതാം. സീക്വൻസ് ഈക്വൽ ടു 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, then 5 സ്ക്വയർ, അങ്ങനെ പോകും. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, then 3 സ്ക്വയർ എന്ന് പറയുന്നത് 9, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16, നെക്സ്റ്റ് 5 സ്ക്വയർ എന്ന് പറയുന്നത് 25. ഇനി ഇതിലെ ഫസ്റ്റ് ടേം എന്താണെന്ന് നോക്കാം. A ഈക്വൽ ടു 4 ആണ്, then കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു എന്താണ് 9 മൈനസ് 4 ദാറ്റ് ഗിവ്സ് 5 എന്ന് കിട്ടി. നെക്സ്റ്റ് രണ്ട് നമ്പറിനെ കൂടി നോക്കിയാൽ നമുക്ക് കോമൺ ഡിഫറൻസ് സെയിം ആണോ എന്ന് അറിയാനായിട്ട് പറ്റുക. അപ്പോൾ 16 മൈനസ് 9, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 7 എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ അപ്പോൾ മൂന്നാമത്തെ ടേം എത്തുമ്പോഴേക്കും കോമൺ ഡിഫറൻസ് മാറി. സോ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, therefore this is not an arithmetic sequence. അപ്പോൾ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല എന്ന് മനസ്സിലായി. സോ ഇതാണ് തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ആണ്. അതായത് ആദ്യം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എഴുതുക, ദെൻ അതിന്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുക. ആ റെസിപ്രോക്കലിന്റെ ഒരു സീക്വൻസ് ആണ് എഴുതേണ്ടത് ആൻഡ് അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കലിന്റെ എന്താണ് സീക്വൻസ് എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളതല്ലേ. അപ്പൊ നമുക്ക് ആദ്യം റെസിപ്രോക്കലിന്റെ ആ ഒരു സീക്വൻസ് ഒന്ന് എഴുതാം. ഈക്വൽസ് ടു 1/1, then 1/2, 1/3, 1/4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് 1/1 ആണ്. പിന്നെ ഇതിന്റെ കോമൺ ഡിഫറൻസ് കാണുന്നെങ്കിൽ 1/2, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ 1/2 മൈനസ് 1/1 എന്നാണ്. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ചെയ്യണം. സോ നമ്മളിവിടെ ഇൻറ്റു 2, ഇവിടെ ഇൻറ്റു 2, അങ്ങനെ വരുമ്പോൾ 2, അതായത് 1 മൈനസ് 2/2 എന്നാണ്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് 1/2 എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് രണ്ട് ടേമോ, അതായത് 1/3 1/2 നോക്കാം. അപ്പോൾ 1/3 മൈനസ് 1/2. അപ്പൊ നമുക്ക് ഇത് രണ്ട് ഡിനോമിനേറ്ററും സെയിം ആക്കണം. സോ ഇൻറ്റു 2 ഇവിടെ ഇൻറ്റു 3 എന്ന് ചെയ്യും. അപ്പോൾ എന്താ വരിക? 2 മൈനസ് 3 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. സോ മൈനസ് 1/6 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ കോമൺ ഡിഫറൻസ് രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് നാച്ചുറൽ നമ്പറിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. സോ ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പവേഴ്സ് ഓഫ് 2ന്റെ സീക്വൻസ് എഴുതാനാണ്. അതായത് 2ന്റെ പവേഴ്സ് എഴുതുക, 0 തൊട്ടിട്ട് നമുക്ക് എത്ര വരെ എഴുതാൻ പറ്റുമോ പവേഴ്സ് എഴുതുക ആൻഡ് ആ ഒരു സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് 2ന്റെ പവേഴ്സിന്റെ സീക്വൻസ് എഴുതാം. അപ്പോൾ 2ന്റെ പവറിന്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3. അപ്പോൾ ഇങ്ങനെയാണ് പവേഴ്സ് ഓഫ് 2ന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ 2 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 2 raised to 1 എന്ന് പറയുമ്പോൾ 2, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് അതിന്റെ എന്താണ് ചെയ്യേണ്ടത്? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് അറിയാം, കോമൺ ഡിഫറൻസ് കാണണം. അപ്പോൾ D ഈക്വൽ ടു എന്താണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സോ 2 മൈനസ് 1 ഗീവ്സ് 1 എന്ന് കിട്ടി. ഇനി അതേപോലെ നെക്സ്റ്റ് രണ്ട് ടേം കൂടി മൈനസ് ചെയ്ത് നോക്കാം. സോ 4 മൈനസ് 2 ഗീവ്സ് 2. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലായി? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല എന്ന് മനസ്സിലായി. കാരണം കോമൺ ഡിഫറൻസ് എന്താണ് ഡിഫറെന്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതെന്തല്ല ഒരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ദിസ് ഇസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്.
അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ആണത് ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. അപ്പൊ നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3, 5, 7 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/2, അതുപോലെ തന്നെ 3/2, അങ്ങനെ ആ ഹാഫിന്റെ സീക്വൻസ് എഴുതുക. അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓഡ് നമ്പേഴ്സിന്റെ ഹാഫ് അതിന്റെ സീക്വൻസ് എഴുതാനാണ്. ആൻഡ് അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും വരിക? 1, 3, 5, 7, 9 ഇതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ ഹാഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1/2, 3/2, 5/2, 7/2 കണ്ടിന്യൂ ആയി പോകും. ദെൻ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം എന്താണ് എ കണ്ടുപിടിക്കുക. അതായത് ഫസ്റ്റ് ടേം 1/2 ആണ്. ദെൻ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ടേം ദാറ്റ് ഇസ് 3/2 മൈനസ് 1/2. അപ്പോൾ ഇവിടെ 2/2 എന്ന് കിട്ടും. നമുക്ക് ഡിനോമിനേറ്ററിന് സെയിം ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് സെയിം ആണ്. സോ 1 എന്ന് കിട്ടി. ഇനി അടുത്തത് 5/2 മൈനസ് 3/2. അപ്പോൾ ഇവിടെയും 2/2, അപ്പോൾ 1 എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്പർ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 7/2 മൈനസ് 5/2, അപ്പൊ എന്തായി? 2/2 ദാറ്റ് ഈസ് 1. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഓഡ് നമ്പറിന്റെ ഹാഫ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സീക്വൻസ് എന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്നുള്ളത് മനസ്സിലായി. സോ നമുക്ക് എഴുതാം therefore this is. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു പിക്ചേഴ്സിൽ നോക്കിയിട്ട് നമ്മൾ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പിക്ചേഴ്സിൽ ഓരോ പിക്ചറിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫിഗർ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ 1, 2. അപ്പോൾ നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫിഗർ ഇതാണ്. അതിൽ 1, 2, 3, 4 4 സ്ക്വയേഴ്സ് ആണത്. അപ്പോൾ ബിന്റെ ആൻസർ 4. ഇനി സിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് റോയില് 3 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്, രണ്ടാമത്തതിൽ 3. അപ്പോൾ 3 + 3 6. ഇനി ലാസ്റ്റ് സ്ക്വയറിൽ, അതായത് ഫസ്റ്റ് റോയില് 4 സ്ക്വയേഴ്സ് ഉണ്ട്, രണ്ടാമത്തേൽ 4 സ്ക്വയർ, അങ്ങനെ 8 സ്ക്വയേഴ്സ് ആണ്. 8 സ്മോൾ സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് ആർ ദർ. അപ്പോൾ നേരത്തെ പിക്ചേഴ്സ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ നേരത്തെ നമ്മൾ സ്മോൾ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചു. ഇനി ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാർജ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഫിഗേഴ്സിൽ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് എഴുതാനാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ ഇതിൽ ലാർജ് സ്ക്വയറിന്റെ എണ്ണം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലാർജ് സ്ക്വയർ ആയിട്ട് ഒന്നുമില്ല, എല്ലാം സ്മോൾ സ്ക്വയേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ എന്ത് എഴുതാം? ലാർജ് സ്ക്വയറിന്റെ എണ്ണം എന്ന് പറയുന്നത് 0 ആയി എഴുതാം. ഇനി ഫിഗർ ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഒരു വലിയൊരു സ്ക്വയർ ഉള്ളതുണ്ട്. അപ്പൊ ഫിഗർ ബിയിൽ ലാർജ് സ്ക്വയറിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് സി. അപ്പൊ ഈ സി എന്ന് പറയുന്ന ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വലിയ സ്ക്വയർ ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഈ സൈഡിലും ഇതുപോലൊരു വലിയ സ്ക്വയർ. അങ്ങനെ 2 സ്ക്വയർസ് ആണ് ഫിഗർ 3യിൽ ഉള്ളത്. ഇനി ലാസ്റ്റ് ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ദെൻ നടുവിൽ ഇങ്ങനെ വലിയൊരു സ്ക്വയർ ഉണ്ട്, സൈഡിലും ഒരു സ്ക്വയർ ഉണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 3 ലാർജ് സ്ക്വയർസ് ആണ് ലാസ്റ്റ് ഫിഗറിൽ ഉള്ളത്. അപ്പോൾ ഇതാണ് ലാർജ് സ്ക്വയേഴ്സിന്റെ കൗണ്ട് ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സിൽ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ദ ഈച്ച് പിക്ചർ. അതായത് മൊത്തത്തിൽ ഓരോ പിക്ചറിലും എത്ര ടോട്ടൽ സ്ക്വയേഴ്സ് ആണുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓരോ ഫിഗറിലും ടോട്ടൽ എത്ര നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ സ്മോൾ സ്ക്വയറിന്റെയും ലാർജ് സ്ക്വയറിന്റെയും കൗണ്ട് എല്ലാ ഫിഗേഴ്സിന്റെയും എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് എഴുതിയാലായിട്ട് മതിയാവും. ഓക്കെ, അപ്പോൾ ഫിഗർ എന്റെ നോക്കാം. ഫിഗർ എ എന്ന് പറയുമ്പോൾ 2 സ്മോൾ സ്ക്വയറും 0 ലാർജ് സ്ക്വയർ ആണത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഇനി ഫിഗർ
ഫിഗറിന്റെ ബി കേസ് നോക്കുകയാണെങ്കിൽ 4 സ്മോൾ സ്ക്വയർ ഉണ്ട് ആൻഡ് ഒരു ലാർജ് സ്ക്വയർ ഉണ്ട്. അപ്പൊ 4+1 5 ടോട്ടൽ സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. ഇനി ഫിഗർ സിന്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് സ്മോൾ സ്ക്വയേഴ്സ് 6 എണ്ണം ഉണ്ട്, ലാർജ് സ്ക്വയർ 2 എണ്ണം. അപ്പൊ 6+2 8. ദെൻ ലാസ്റ്റ് ഫൈനൽ ഫിഗറിൽ നമുക്ക് 8 സ്മോൾ സ്ക്വയറും 3 ലാർജ് സ്ക്വയറും. അപ്പൊ 8+3 11. അങ്ങനെ നമുക്ക് ടോട്ടൽ ആയിട്ട്, അതായത് ഈ മൊത്തം എല്ലാ ഫിഗേഴ്സും കൂടി നമുക്ക് എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പൊ ടോട്ടൽ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 2 + 5 + 8 + 11. 2 + 11 അങ്ങനെ വരുമ്പോൾ 5 + 2 7, 7 + 19, 19 + 7 26. അങ്ങനെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 26 എന്ന് കിട്ടി. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് പാർട്ടാണത്. ഇഫ് വി കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ് ആർ ദ സീക്വൻസസ് എബവ് ഫോംസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അതായത് നമ്മൾ നേരത്തെ സ്മോൾ സ്ക്വയേഴ്സിന്റെയും ലാർജ് സ്ക്വയേഴ്സിന്റെയും അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സിന്റെ സീക്വൻസസ് കണ്ടുപിടിച്ച് വെച്ചിരുന്നു. അപ്പൊ ആ ഒരു സീക്വൻസസ് എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസിൽ നമുക്ക് കിട്ടിയ 3 ടൈപ്പ് ഓഫ് സീക്വൻസസ് എന്ന് പറയുന്നത്. അതായത് സ്മോളർ സ്ക്വയറിന്റെ സീക്വൻസും ലാർജ് സ്ക്വയറിന്റെ സീക്വൻസും അതുപോലെ തന്നെ ടോട്ടൽ സ്ക്വയറിന്റെ സീക്വൻസും. അപ്പൊ ഈ 3 സീക്വൻസും എന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാല് എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് ഒരു സീക്വൻസിനെ പറയുന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ നമുക്ക് 3 സീക്വൻസിന്റെയും കോമൺ ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് സീക്വൻസ് എടുക്കാം. ഇതിൽ 2, 4, 6, 8 ആണ്. അപ്പം ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ് ആൻഡ് ഡി എന്ന് പറയുന്നത് 4 - 2 ദാറ്റ് ഗീവ്സ് 2. ഇനി അടുത്ത ടേംസ് നമ്മൾ ഇതുപോലെ നോക്കണം. 6 - 4 ഗീവ്സ് 2, then 8 - 6 ഗീവ്സ് 2. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് സീക്വൻസ്, അതായത് സ്മോളർ സ്ക്വയറിന്റെ സീക്വൻസ് എന്താണ്? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സീക്വൻസ് തന്നെ ലാർജ് സ്ക്വയറിന്റെ സീക്വൻസ് ആണ്. അത് 0, 1, 2, 3 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം എ എന്ന് പറയുന്നത് 0, then d = 1 - 0, 1, പിന്നെ 2 - 1 = 1, 3 - 2 = 1. അപ്പൊ ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇനി തേർഡ് എന്ന് പറയുന്നത് 2, 5, 8, 11 ആണ്. അപ്പോൾ 5 - 2 എന്ന് പറയുന്നത് എന്താണ്? 3 എന്ന് കിട്ടും. 8 - 5 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. സോ നമുക്ക് പറയാം ലാസ്റ്റത്തെയും അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 3 സീക്വൻസസും അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ പിക്ചർ ബിലോ the perpendiculars drawn from the bottom line are equally spaced. അതായത് ഈ പറയുന്ന ബോട്ടം ലൈനിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സിന് സെയിം ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. ആൻഡ് ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ദ ഹൈറ്റ്സ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഓൺ കണ്ടിന്യൂയിങ് ദിസ് ഫോംസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു പെർപെൻഡിക്കുലേഴ്സിന്റെ ഹൈറ്റ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹൈറ്റ്സ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഫോം ചെയ്യൂ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന പെർപെൻഡിക്കുലേഴ്സ്, അതായത് ഈ XY XZ പെർപെൻഡിക്കുലറൈസ് ആയിട്ട് വരച്ചിരിക്കുന്നതിന്റെ ഹൈറ്റ്സ് സീക്വൻസിലാക്കി എഴുതാനായിട്ടാണ്. അങ്ങനെ അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആവോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഈ പറയുന്ന പെർപെൻഡിക്കുലേഴ്സിന് ആദ്യം ഒന്ന് നെയിം ചെയ്യാം. A, B, C ആൻഡ് D. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ സ്പേസിലായിട്ടാണ് പെർപെൻഡിക്കുലേഴ്സ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാന്ന് വെച്ചാൽ ഇതിനെ ഫ്രം ദ ഫിഗർ നമുക്ക് പറയാൻ പറ്റും AB എന്ന് പറയുന്നത് എന്താണ്? CD ഈക്വൽ ആണ്. അതുപോലെ തന്നെ BC ഈക്വൽ ആണ്, ഈക്വൽ ടു DY. കാരണം ഇതെല്ലാം ഒരേ സെയിം ആയിട്ടുള്ള സ്പേസ്
ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് പെർപെൻഡിക്കുലേഴ്സ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എ ബി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ബി സി ഈക്വൽ ടു ഡി വൈ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇവിടെ ഈ ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ലൈനിൽ എ ബി എന്ന ലൈനിൽ കറക്റ്റ് പാരലായിട്ട് പി എം എന്ന് പറഞ്ഞൊരു ലൈൻ കൂടി വരയ്ക്കാം. പി എം. അതേപോലെ തന്നെ ബി സിക്ക് പാരലായിട്ട് ഒരു ലൈൻ കൂടി വരയ്ക്കാം, ക്യൂ എൻ എന്ന് പറഞ്ഞ്. ദെൻ സി ഡിക്ക് പാരലായിട്ടൊരു ലൈൻ, അതായത് ആർ ഒ എന്നും ഡി വൈക്ക് പാരലായിട്ടൊരു ലൈൻ, അതായത് എസ് ടി എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ കൂടി വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്കിതിനെ എഴുതാം ഡ്രോ പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് ഏതൊക്കെയാണ്? പി എം, ക്യു എൻ, അതുപോലെ തന്നെ ആർ ഒ, പിന്നെ വരുന്നതാണ് എസ് ടി. ഇങ്ങനെ ഒരു കുറച്ച് പാരലൽ ലൈൻസ് കൂടി വരച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലായിട്ട് കാണാൻ പറ്റും, ഇവിടെ 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 ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ഫോം ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതും എങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. ഇവിടെയും ഇവിടെ ഇവിടെയും ഇവിടെയൊക്കെ റൈറ്റ് ട്രയാങ്കിൾസ് ഫോം ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇനി ഈ റൈറ്റ് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഇവിടെ നോക്കുക, ഈ എ ബി എന്ന് പറയുന്നതിന്റെ പാരലായിട്ട് വരച്ചതായിരിക്കുന്നതാണ് ഈ പി എന്ന് പറയുന്ന ഈ ലൈൻ. അപ്പോൾ എ ബി അതുപോലെ തന്നെ പി എമ്മും സെയിം ആയിരിക്കുമല്ലോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു എ ബി ബി സി സി ഡി ഡി വൈ എല്ലാം ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പി എം, ക്യു എൻ, ആർ ഒ, എസ് ടി ഇവരും ഈക്വൽ ആയിരിക്കുമല്ലോ. പിന്നെന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാം 90 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പോൾ ഒരു ആംഗിൾ സെയിം ആണ്, അതുപോലെ തന്നെ ഒരു സൈഡും സെയിം ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാന്ന് വെച്ചാല്, ഇഫ് വൺ സൈഡ് ആൻഡ് വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദി സൈഡ് and angle of another triangle, then that triangles are ഏതൊക്കെയാണ് ട്രയാങ്കിൾ പി എം ക്യു, ട്രയാങ്കിൾ ക്യു എൻ ആർ, then ട്രയാങ്കിൾ ആർ ഒ എസ്, ട്രയാങ്കിൾ എന്താണ് എസ് ടി സെഡ്. അപ്പൊ ഈ പറയുന്ന എല്ലാ ട്രയാങ്കിൾസും എന്താണ്? ദേ ആർ ഈക്വൽ. എന്താണ്? ദേ ആർ ഈക്വൽ ആണ്. ഓക്കെ, കാരണം ഇതാണ് ഒരു സൈഡും അതുപോലെ തന്നെ അതിലുള്ള ഒരു ഇൻക്ലൂസീവ് ആംഗിളും ഒരു ട്രയാങ്കിളുടെ ഈക്വൽ ടു മറ്റൊരു ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ് എന്നുള്ളതാണ് ഇവിടെ പ്രൂവ് ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഇവിടെ ഫോം ആയിരിക്കുന്ന എല്ലാ റൈറ്റ് ട്രയാങ്കിൾസും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ക്യു എം, ആർ എൻ, എസ് ഒ ആൻഡ് ടി സെഡ് എന്ന് പറയുന്ന ഈ സൈഡ്സും ഈക്വൽ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സോ ക്യു എം, ആർ എൻ, എസ് ഒ, ടി സെഡ് എന്താണ്? ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് ദെൻ നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യണം? if qm equal to rn equal to so equal to tz equal to d ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ആൻഡ് ഈ എ പി എന്ന് പറയുന്നത് ഈ സ്ഥലം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ലെറ്റ് എ പി എന്ന് പറയുന്നത് എക്സ് ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവരുടെ ഹൈറ്റ്സിന് നമുക്ക് എങ്ങനെ സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റും? അപ്പോൾ ആദ്യം എ പി എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ആയിട്ട് കിട്ടി. ഇനി അടുത്തത് ക്യൂ ബി എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും? ഈ ഡി പ്ലസ് ഈ എക്സ് ആയിരിക്കും. അപ്പം എക്സ് പ്ലസ് ഡി. ഇനി നമുക്ക് അടുത്തത് എഴുതണമെങ്കിൽ എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d, എക്സ് പ്ലസ് 4d എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എന്തായെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ്സിന്റെ സീക്വൻസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്.
അപ്പൊ ഈ ഒരു സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കോമൺ ഡിഫറൻസ് എടുക്കണം. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പൊ അങ്ങനെ എഴുതി നോക്കാം, എക്സ് പ്ലസ് ഡി മൈനസ് എക്സ്. അപ്പൊ ഇവിടെ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് കിട്ടും പോസിറ്റീവ് ഡി എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ എക്സ് പ്ലസ് ടു ഡി മൈനസ് എക്സ് പ്ലസ് ഡി. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ എക്സും എക്സും ക്യാൻസൽ ആയി പോവും. 2d മൈനസ് ഡി എന്ന് പറയുമ്പോൾ ഡി എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ അടുത്തത് നോക്കാം, എക്സ് പ്ലസ് 3d മൈനസ് എക്സ് പ്ലസ് 2d. അപ്പൊ ഇവിടെയും എക്സും എക്സും ക്യാൻസൽ ആയി പോവും. 3d മൈനസ് ഡി എന്ന് പറയുമ്പോൾ ഡി തന്നെ കിട്ടി. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് എന്താണ്, സെയിം തന്നെയാണ്, ഡി 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 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഹെൻസ് എന്താണ്, ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ ഹൈറ്റ്സിന്റെ സീക്വൻസ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, സോ ഇതാണ് ആൻസർ. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷൻ ആൻഡ് എക്സാം പ്രിപ്പറേഷനിലൂടെ ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസസ് ബിലോ സം ഓഫ് ദ ടേംസ് ആർ നോട്ട് റിട്ടൺ. അപ്പം ഫൈൻഡ് ദോസ് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൽ 24, 42 എന്ന് പറയുന്ന സീക്വൻസിലെ ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള ടേംസ് എല്ലാം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ടേംസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പം അവിടെയൊക്കെ എന്താണ് ഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. സോ ഇതില് എ എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 24 ആണ്. ഇനി സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്, 42 ആണ്. സെക്കൻഡ് ടേം 42 ആണ്. അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തടുത്തുള്ള നമ്പേഴ്സ് ടേംസ് ഏതൊക്കെയാന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ആദ്യം ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും, ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്. അപ്പൊ 42 മൈനസ് 24 എന്നാണ്, അതായത് 18 ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 18ഉം നമുക്ക് നമ്മുടെ ഉള്ള സെക്കൻഡ് ടേമും വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം, തേർഡ് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തേർഡ് ടേം ഈക്വൽസ് ടു സെക്കൻഡ് ടേം പ്ലസ് എന്താണ്, കോമൺ ഡിഫറൻസ്. അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 42 ആണ്, പ്ലസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കോമൺ ഡിഫറൻസ് 18. അപ്പൊ വരുമ്പോ എന്താ കിട്ടുക, 60. അപ്പൊ ഇതാണ് ഈ ഡാഷിന്റെ ആൻസർ ഉള്ളത്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ സിമ്പിൾ ഇതുപോലെ തന്നെ ഈ തേർഡ് ടേമും അതുപോലെ തന്നെ നമ്മുടെ കോമൺ ഡിഫറൻസും വെച്ച് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫോർത്ത് ടേം കിട്ടും. അപ്പോൾ ഫോർത്ത് ടേം ഈക്വൽസ് ടു ഏതാണ്, തേർഡ് ടേം പ്ലസ് ഈ കോമൺ ഡിഫറൻസ്. അങ്ങനെ വരുമ്പോൾ എന്താ കിട്ടുക, 78 ആണ് നമുക്ക് വരുന്ന ആൻസർ. അപ്പോൾ 60 ആൻഡ് 78 ആണ് ഈ സീക്വൻസിന്റെ തേർഡും ഫോർത്ത് ടേമുകൾ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാഷ് 24, 42 ഡാഷ്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഒരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അടുത്തടുത്തുള്ള ടേംസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ രണ്ട് ടേംസ് നമുക്ക് കിട്ടുന്നുണ്ട്, 24ഉം 42. സോ നമുക്ക് അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡി ഈക്വൽ ടു 42 മൈനസ് 24 ആണ്. അപ്പോൾ 18 ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 42 പ്ലസ് 18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ 42 പ്ലസ് 18 ഗീവ്സ് എന്താണ്, 60. അപ്പോൾ ഇവിടുത്തെ ആൻസർ കിട്ടി 60. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ആൻസർ ആണ്. അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ 24ന്ന് 18 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 24 മൈനസ് 18 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 24 മൈനസ് 18 എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ 6, 24, 42, 60 ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ഇനി തേർഡ്
ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ രണ്ട് ടേം നമുക്ക് ഇവിടെ തന്നിട്ടില്ല, ലാസ്റ്റ് രണ്ട് ടേം ആണ് തന്നിരിക്കുന്നത്, അതായത് 24ഉം 42. അപ്പൊ ആ മിസ്സിംഗ് ടേംസ് കണ്ടുപിടിക്കാനുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റ് രണ്ട് ടേംസ് ഇല്ല, ലാസ്റ്റ് രണ്ട് ടേംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് വെച്ചിട്ട് ആദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 42 മൈനസ് 24 ആണ്, അതായത് 18 എന്നുള്ളതാണ് കോമൺ ഡിഫറൻസ്. സോ നമുക്ക് ഇനി അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് ഇത് സെക്കൻഡ് ടേം ആണ്. ഓക്കെ, സെക്കൻഡ് ടേം. അപ്പോൾ സെക്കൻഡ് ടേം എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഈ 24ൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഈ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 24 മൈനസ് 18 എന്ന് പറഞ്ഞാൽ 6 ആണ് നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ടേം കിട്ടി. ഇനി നമുക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6 മൈനസ് 18 ആണ്. 6 മൈനസ് 18 എന്ന് പറയുമ്പോൾ എത്രയാണ്? മൈനസ് 12 ആണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24, -42, അപ്പോൾ ഇവിടെ പറഞ്ഞത് സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും ആണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്. സോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സീക്വൻസ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ 24 തന്നിട്ടുണ്ട്, പിന്നെ ബ്ലാങ്ക് ആണ്, 42 പിന്നെ ബ്ലാങ്ക്. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ആദ്യം രണ്ട് നമ്പേഴ്സ് മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഉള്ളത് 42ഉം അതുപോലെ തന്നെ 24 ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 18 ആണ്. പക്ഷേ ഇത് കോമൺ ഡിഫറൻസ് ആയിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത്, ഇത് ജസ്റ്റ് ഒരു ഡിഫറൻസ് മാത്രമാണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത് കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആണ്. നേരത്തെ രണ്ട് കേസിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കാൽക്കുലേറ്റ് ചെയ്തത് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ടേം മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇത് ഫസ്റ്റ് ടേമും ഇത് തേർഡ് ടേമും ആണ്. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആക്ച്വൽ കോമൺ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്യണം പറഞ്ഞാൽ ഈ 18/2 എന്ന് ചെയ്തിട്ട് 9 ആണ് ഇവിടുത്തെ ആക്ച്വൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ടേമും ഈ ടേമിന്റെയും ഡിഫറൻസ് ആണ് 18. ഇത് രണ്ടും അടുത്ത് കിടക്കുന്ന ടേം അല്ല. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അടുത്ത് കിടക്കുന്ന രണ്ട് നമ്പറിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഈ രണ്ട് കോമൺ ഡിഫറൻസസിന്റെയും ഡബിൾ ആണ്. ഓക്കെ, അതായത് 9 എന്ന് പറയുന്നതിന് ഡബിൾ ആയിട്ടുള്ള ഒരു കോമൺ ഡിഫറൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആക്ച്വൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 എന്ന് പറയുന്ന ഈ വാല്യൂ ആണ്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. 24 പ്ലസ് 9. അപ്പോൾ 24 പ്ലസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 33 ആണ് വരുന്നുണ്ടാവുക. പിന്നെ 42 പ്ലസ് 9 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 51. അപ്പോൾ 33ഉം 51ഉം ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -24-42. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. സോ ഫസ്റ്റും തേർഡ് ടേമും ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത സെയിം അപ്രോച്ച് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 42ന്റെയും അതുപോലെ തന്നെ 24ന്റെയും ഡിഫറൻസ് കാണാം. അപ്പോൾ 42 മൈനസ് 24 ഗീവ്സ് 18 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡബിൾ ഡിഫറൻസ് ആണ്. അപ്പോൾ 18/2 എന്ന് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഈ ഒരു സീക്വൻസിന്റെ ആക്ച്വൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 24ന്റെ മുൻപും ശേഷവുമുള്ള ടേംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മുൻപുള്ള ടേംസിനെ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോമൺ ഡിഫറൻസിനെ മൈനസ് ചെയ്യണം. അതായത് 24 മൈനസ് 9 ദാറ്റ് ഗീവ്സ് 15 എന്ന് കിട്ടും. ശേഷമുള്ള ടേംസ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ 24 പ്ലസ് 9 ദാറ്റ് ഈസ് 33 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ 15 എന്നും ഇത് 33 എന്നും ആണ്. ഇതാണ് ഈ സീക്വൻസിന്റെ ആൻസർ. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് പാർട്ടാണ് സിക്സ്ത് ക്വസ്റ്റ്യൻ 24-42. അപ്പോൾ സെക്കൻഡും തേർഡ് ടേംസ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം തേർഡും അതുപോലെ തന്നെ സെക്കൻഡ് ടേമും ആണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്
നേരത്തെ നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ഉള്ളതാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉള്ള വാല്യൂസ് വെച്ചിട്ട് ടേംസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ 42 മൈനസ് 24 എന്നാണ്, അതായത് 18 ആണ് എന്തായിട്ട് ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 3 ടേംസ് കഴിഞ്ഞിട്ടാണ് അതായത് 2 ടേം 1 2 3 ഈ 3 ടേം കഴിഞ്ഞിട്ടാണ് 4ാമത്തെ ടേം ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 2 ടേംസിന്റെയും കോമൺ ഡിഫറൻസ് പ്ലസ് ഈ 2 ടേമിന്റെയുള്ള കോമൺ ഡിഫറൻസ്, അങ്ങനെ 3 കോമൺ ഡിഫറൻസ് ആണ് ഈ 18 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, 18/2 എന്ന് ചെയ്തു. അതായത് 2 കോമൺ ഡിഫറൻസിന്റെയും കമ്പൈൻ ചെയ്തിട്ടുള്ളതായിരുന്നു നമുക്ക് നേരത്തെ കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ 3 കോമൺ ഡിഫറൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, 18/3 എന്ന് കൊടുക്കും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, 6 ആണ് ആക്ച്വൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ടേംസ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഉള്ള ടേം പ്ലസ് ഈ കോമൺ ഡിഫറൻസ് ചെയ്യും. അപ്പോൾ 24 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 30 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഇനി ഈ ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കോമൺ ഡിഫറൻസ് പ്ലസ് ചെയ്തിട്ട് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാം. അപ്പോൾ 30 പ്ലസ് 6 ഗീവ്സ് 36. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് മിസ്സായി പോയ 2 വാല്യൂസ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ 2 ടേംസ് ഇൻ എ സ്പെസിഫിക് പൊസിഷൻസ് ഓഫ് സം അരിത്തമാറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ കുറച്ച് പൊസിഷൻസ് അതിന്റെ ടേംസും ഇവിടെ തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. അപ്പോൾ ഇത് ഏതൊരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ 3rd ടേമും 6th ടേമും ആണ്, 34ഉം 67. അപ്പോൾ ആ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ബാക്കി 5 ടേംസ് കൂടി എഴുതാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താണ് 3rd ടേമും അതുപോലെ തന്നെ 6th ടേമും തന്നിട്ടുണ്ട്. 3rd ടേം എന്ന് പറയുന്നത് 34ഉം 6th ടേം എന്ന് പറയുന്നത് 67ഉം ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആ ഒരു സീക്വൻസ് കണ്ടുപിടിക്കണം. ആൻഡ് അപ്പോൾ നമ്മൾ ആദ്യം എയും ഡിയും എല്ലാം കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സീക്വൻസ് എഴുതാനായിട്ട് പറ്റും. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 67 മൈനസ് 37 ആദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ 67 മൈനസ് 34 എന്ന് പറയുമ്പോൾ 33 ആണ് നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് 3rd ടേം ആണ് ആൻഡ് ഇത് എന്ന് പറയുന്നത് 6th ടേം ആണ്. അപ്പോൾ 3rd ടേമിന്റെയും 6th ടേമിന്റെയും ഡിഫറൻസ് ആണ് ഈ 33 എന്ന് പറയുന്നത്. അതായത് 3 ടൈംസ് ദ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഈ ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 33 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്, ആക്ച്വലി കിട്ടുന്ന ഡിഫറൻസ് എന്താണ്, 11 എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് 3rd ടേമിൽ നിന്നും എന്താണ് 6th ടേമിന്റെ ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ 33 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3rd ടേമിൽ നിന്ന് 6th ടേം എന്ന് പറയുമ്പോൾ 3 ടൈംസ് ദി കോമൺ ഡിഫറൻസ് ആണ്. സോ അതുകൊണ്ടാണ് 33/3 എന്ന് പറയുമ്പോൾ 11 എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാം, 3rd ടേം ഉണ്ടല്ലോ, അപ്പോൾ 2nd ടേമും അതുപോലെ തന്നെ 1st ടേമും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 2nd ടേം കണ്ടുപിടിക്കാം. എങ്ങനെ വരുന്നത്, ഈ 34 മൈനസ് നമുക്ക് കിട്ടിയ ഈ 11, അങ്ങനെ വരുമ്പോൾ എത്രയായിരിക്കും, 34 മൈനസ് 11 എന്ന് പറയുമ്പോൾ 23. ഓക്കെ, 23 ആണ് നമുക്ക് കിട്ടിയ 2nd ടേം. 2nd ടേം കിട്ടി. ഇനി വീണ്ടും ഇതേപോലെ കോമൺ ഡിഫറൻസ് വെച്ച് മൈനസ് ചെയ്ത് നമുക്ക് 1st ടേം കണ്ടുപിടിക്കാം. അപ്പോൾ 1st ടേം എന്താണ്, 23 മൈനസ് 11. 23 മൈനസ് 11 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 12 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ 1st ടേം കിട്ടി, 2nd ടേം കിട്ടി, 3rd ടേം കിട്ടി. നമുക്ക് അതൊന്ന് എഴുതാം, 12,34. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പ്രീവിയസ് ആയിട്ടുള്ള ടേംസ് കിട്ടാനായിട്ട് നമ്മൾ നെഗറ്റീവ്, അതായത് സബ്ട്രാക്ട് ചെയ്തു കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് ഫോർവേഡ് ആയിട്ടുള്ള ടേംസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേ കോമൺ ഡിഫറൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടും. അപ്പോൾ 34 പ്ലസ് 11 എന്ന് പറയുമ്പോൾ 45 ആണ്. 45 പ്ലസ് 11 എന്ന് പറയുമ്പോഴത്തേക്കും 56 എന്ന് കിട്ടും. ദെൻ 56 പ്ലസ് 11 എന്ന് പറയുമ്പോൾ 67 എന്ന് കിട്ടും. അങ്ങനെ ഈ സീക്വൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം 3rd ടേം 34 വന്നിട്ടുണ്ട്, 6th ടേം 67 വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആൻസർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണിത്. അതായത് 3rd ടേം ഇസ് 43 ആൻഡ് 6th ടേം ഈസ് 76. അപ്പോൾ ഇതിൽ 3rd ടേം എന്ന് പറയുന്നത് 43ഉം 6th ടേം 76ഉം ആണ്. അപ്പോൾ ആ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഏതാണെന്നുള്ളതാണ്
അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിന്റെ മറ്റ് ടേംസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത രണ്ട് ടേം എന്ന് പറയുന്നത് തേർഡ് ടേം 43 ആയിട്ട് എഴുതിയിട്ടുണ്ട് ആൻഡ് സിക്സ്ത് ടേം എന്ന് പറയുന്നത് 76 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത പോലെ തന്നെ ഇതിനാദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കുക ആൻഡ് ദെൻ ആക്ച്വൽ ആയിട്ടുള്ള കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സബ്ട്രാക്റ്റും അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും അതുപോലെ തന്നെ പ്രീവിയസ് ടേംസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ തേർഡ് ടേമിൽ സിക്സ്ത് ടേമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ടേം മൈനസ് ചെയ്യാം. അപ്പോൾ 7 4 3 6 3 എന്ന് പറയുമ്പോൾ 33 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ എന്തായിരുന്നു, ഇത് 3 ടൈംസ് ദി കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ 33 ഡിവൈഡ് ബൈ 3 ഈക്വൽസ് ടു 11 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായി, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡി കിട്ടി. അപ്പോൾ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്തുകൊണ്ട് എന്താ പ്രിഡസസർ ആയിട്ടുള്ള അല്ലെങ്കിൽ സക്സസീവ് ആയിട്ടുള്ള ടേംസ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ടേംസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ തേർഡ് ടേം ആണുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം ആദ്യം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 43 മൈനസ് 11 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നുണ്ടാവുക, 32. അപ്പോൾ 32 ആണ് ഇതിൽ വരുന്ന സെക്കൻഡ് ടേം. ദെൻ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഈ 32 മൈനസ് 11 എന്ന് പറയുമ്പോൾ 3 മൈനസ് 1 2 2 മൈനസ് 1 1 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, സെക്കൻഡ് ടേം കിട്ടി, തേർഡ് ടേം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം 21, 32, 43. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ട് അടുത്തടുത്തുള്ള ടേംസ് എഴുതാം. അപ്പോൾ 43 പ്ലസ് 11 എന്ന് പറയുമ്പോൾ 54 എന്ന് കിട്ടും. 54 പ്ലസ് 11 എന്ന് പറയുമ്പോൾ 65 എന്ന് കിട്ടും. ദെൻ 65 പ്ലസ് 11 എന്ന് പറയുമ്പോൾ 76. അങ്ങനെ ഈ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും തേർഡ് ടേം 43 ഉണ്ട്, ദെൻ സിക്സ്ത് ടേം ഇവിടെ 76 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേർഡ് ടേം ഇവിടെ 2 തന്നിട്ടുണ്ട് ആൻഡ് ഫിഫ്ത്ത് ടേം 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ സെക്കൻഡ് ടേം ഫോർത്ത് ടേമും ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് തേർഡ് ടേം എന്ന് പറയുന്നത് 2ഉം ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 3 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ഒന്ന് കാണാം. 3 മൈനസ് 2, അതായത് ഫിഫ്ത്ത് ടേം മൈനസ് തേർഡ് ടേം എന്ന് പറയുമ്പോൾ 1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ തേർഡ് ടേമും സിക്സ്ത് ടേം എന്ന് പറയുമ്പോൾ 3 ടൈംസ് ദി കോമൺ ഡിഫറൻസ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും ആണല്ലോ. അപ്പൊ എന്താണ്, 2 ടൈംസ് ദി കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യുക, 1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1/2 എന്നായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കോമൺ ഡിഫറൻസ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തുള്ള സീക്വൻസസ് ആഡ് ചെയ്തിട്ടും സബ്ട്രാക്ട് ചെയ്തിട്ടും കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ തേർഡ് ടേം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് തേർഡ് ടേം വെച്ചിട്ട് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. ഇതിൽ തേർഡ് ടേം തന്നെ 2 ആണ്. 2 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1/2, 1/2. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം ഇപ്പോൾ ഇവിടെ 1.5 ആണ്. അപ്പോൾ 1.5 മൈനസ് ഹാഫ്. 1.5 മൈനസ് ഹാഫ് എന്ന് പറയുമ്പോൾ 1.5 അര പോയി കഴിഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേം കിട്ടി. അതായത് 1/2 ആൻഡ് 2. ഇനി എന്ത് ചെയ്യുക, ഈ ഹാഫ് ആഡ് ചെയ്ത് പോകുക. അപ്പോൾ 2 പ്ലസ് ഹാഫ് എന്ന് പറയുമ്പോൾ 2.5 എന്ന് കിട്ടി. 2.5 പ്ലസ് വീണ്ടും ഒരു ഹാഫ് എന്ന് പറയുമ്പോൾ 3 എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് ഈ സീക്വൻസ് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഫിഫ്ത്ത് ടേം ആയിട്ട് 8 തന്നിട്ടുണ്ട് ആൻഡ് 9th ടേം ആയിട്ട് എന്താ തന്നിരിക്കുന്നത്, 10ഉം തന്നിട്ടുണ്ട്. ഇനി ബാക്കി സീക്വൻസിലുള്ള ടേംസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നെക്സ്റ്റ് ആണ് എന്ത്, ഫിഫ്ത്ത് ടേം 8 ആയിട്ടും 9th ടേം 10 തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത പോലെ തന്നെ ആദ്യത്തിന്റെ ഡിഫറൻസ് കാണാം. 10 മൈനസ് 8, അതായത് 9th ടേം മൈനസ് ഫിഫ്ത്ത് ടേം, 10 മൈനസ് 8. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്, ഇത് ഫിഫ്ത്ത് ടേമിന്റെയും 9th ടേമിന്റെയും ഡിഫറൻസ് ആണ്. അതിനർത്ഥം 4 ടൈംസ് ദി കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം, 2 ഡിവൈഡ് ബൈ 4 എന്ന് ചെയ്യണം. അപ്പോൾ 2 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 1/2 ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് റിക്വയർഡ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടി. ഇനി അഡീഷനും സബ്ട്രാക്ഷനും ചെയ്ത് ടേംസ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ.
അപ്പോൾ ഫിഫ്ത്ത് ടേം ആണ് 8 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. എങ്ങനെയായിരിക്കും? 8 മൈനസ് 1/2. ഓക്കെ, അതായത് 7 1/2 ആണ് കിട്ടുന്നുണ്ടാവുക. 7 1/2. ദെൻ തേർഡ് ടേം എന്ന് പറയുമ്പോൾ 7 1/2 മൈനസ് 1/2. അതിനർത്ഥം എന്താണ്? 7 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 7 മൈനസ് 1/2. അങ്ങനെ 7 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 6 1/2 എന്ന് നമുക്ക് കിട്ടും. ഇനി ഫസ്റ്റ് ടേം 6 1/2 മൈനസ് 1/2. അപ്പൊ 6 1/2 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 6. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടേം 6 എന്ന് കിട്ടി, സെക്കൻഡ് ടേം 6.5, 7 7.5. ദെൻ ഫിഫ്ത്ത് ടേമും ഇതുവരെ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. ഈ ഹാഫ് എന്ന് പറയുന്നത് പ്ലസ് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാൽ ഫിഫ്ത്ത് ടേം ഫോർത്ത് കിട്ടി. ഫോർത്ത് എന്തായിരുന്നു? 7.5 അല്ലേ? 7.5 പ്ലസ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക 8 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ 5 സീക്വൻസും നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് പാർട്ടാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ടേം ആയിട്ട് 7 തന്നിട്ടുണ്ട് ആൻഡ് സെവൻത്ത് ടേം ആയിട്ട് 5 തന്നിട്ടുണ്ട്. അപ്പോൾ 5ഉം 7th ടേമും കിട്ടി. ഇനി ബാക്കി കണ്ടുപിടിക്കാനുള്ളത് ബാക്കിയുള്ള 5ഉം 7ഉം ഒഴികെയുള്ള ടേംസ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഫിഫ്ത്ത് ടേം 7 എന്നും അതുപോലെ തന്നെ ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 7 എന്നും 7th ടേം 5 ആയിട്ടും നമുക്ക് ചോദ്യം തന്നിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം 7th ടേമിൽ നിന്ന് എന്ത് ചെയ്യാം? ഫിഫ്ത്ത് ടേം മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് -2 എന്നാണ് കിട്ടിയിരിക്കുന്ന ആൻസർ. അപ്പോൾ ഇത് ഫിഫ്ത്ത് ടേമും 7th ടേമിന്റെയും ഡിഫറൻസ് ആണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഡബിൾ ദി കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് അതിനെ ആക്ച്വൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്യാം. അപ്പോൾ -1 എന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ഉള്ള ടേംസ് എല്ലാം കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ഫിഫ്ത്ത് ടേം ആണ് 7. നമുക്ക് ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. എന്തായിരിക്കും? 7 മൈനസ് -1, അതായത് 7 പ്ലസ് 1 ഈക്വൽസ് ടു എന്താണ്? 8 എന്ന് കിട്ടി ഫോർത്ത് ടേം. ഇനി തേർഡ് ടേം എന്ന് പറയുമ്പോൾ 8 മൈനസ് -1 ആണ്. 8 മൈനസ് -1, അതായത് 8 പ്ലസ് 1 ഈക്വൽസ് ടു 10 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ടേം. ഓക്കെ, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 9 മൈനസ് -1, അതായത് 10 എന്ന് കിട്ടി. ഇനി അടുത്തത് ഫസ്റ്റ് ടേം ആണ്. എന്തായിരുന്നു? 10 മൈനസ് -1 gives 11. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദിസ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് കിട്ടി. ദാറ്റ് ഇസ് 11, 10, 9, 8 ആൻഡ് 7 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.